ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ അടിച്ചറയിലുള്ള ഹുണ്ടായിയുടെ പോപ്പുലർ ഹുണ്ടായി ഷോറൂമിലാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെന്യൂവിൻ്റെ സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആണ്. അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വെന്യൂ എസ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 10,77,000 രൂപയാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും കൂടെ നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. പെട്ടെന്ന് പറയാം, നല്ല വെയിലാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. DRL നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. അതിന് പകരം ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പാർക്കിംഗ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രില്ലുകളിലേക്ക് വരാം. ഗ്രില്ലുകൾ ഒരു ഡീക്രോം ഒരു കളറിലാണ് ഗ്രില്ലുകൾ നൽകിയിരിക്കുന്നത്. ഹുണ്ടായിയുടെ ഒരു വലിയൊരു ബാഡ്ജിങ് ഹുണ്ടായി എന്നുള്ള ആ ഒരു ലോഗോ ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു എയർ ഡാം കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു വലിയൊരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്നും പറയാനുള്ളത്. ഇനി നമുക്ക് വശങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടയറുകളിലേക്ക് നോക്കാം. ഒരു 15 ഇഞ്ച് ടയറുകളാണ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ വാഹനത്തിന് ചുറ്റുമായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. ആ ഒരു SUV ഫീല് കിട്ടുന്നുണ്ട്. അത് വളരെയധികം ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മിറേഴ്സിൽ കൊടുക്കാമായിരുന്നു. സെക്കൻഡ് ബേസ് വേരിയൻ്റ് അല്ലേ, അതിനകത്ത് മിറേഴ്സിൽ കൊടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എല്ലാം മിറേഴ്സിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ബോഡി കളേർഡായിട്ടാണ് നമ്മുടെ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതേപോലെ റൂഫ് റെയിൽസ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. പുറകുവശത്ത് നിന്ന് നമുക്ക് ആദ്യം ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയർ വൈപ്പേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ വെന്യൂവിൽ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഇതിൻ്റെ കണക്റ്റഡ് ഒരു ടെയിൽ ലാംപ്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ കണക്റ്റഡ് അല്ല, പക്ഷേ നമുക്ക് പകലൊക്കെ നോക്കുന്ന ടൈമിൽ കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ താഴെ വെന്യൂ എന്ന് വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ വശത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് നൽകിയിരിക്കുന്നു. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് വാഹനത്തിൻ്റെ. പിന്നെ അതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ബമ്പറിൽ ഒരു വലിയൊരു സ്കിഡ് പ്ലേറ്റും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കാം. 350 ലിറ്ററാണ് വെന്യൂവിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ആണ്. ഒരുപാട് താഴ്ന്നിട്ടൊന്നുമില്ല. നമുക്ക് സാധനങ്ങൾ വയ്ക്കാനും എടുക്കാനും ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തായിട്ട് ഈ മിസ്സിങ് തോന്നുന്നു നമുക്കൊരു ഹുക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടുന്നത്. പിന്നെ സ്പെയർ വീൽസ് നമുക്കൊന്ന് നോക്കാം. 15 ഇഞ്ച് ടയേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി നൽകിയിരിക്കുന്നത്. ആ ഒരു ഭാഗത്തും കമ്പനി പിശുക്കോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ സീറ്റുകൾ നമുക്ക് 60-40 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് വെന്യൂവിൻ്റെ ബാക്കിൽ നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കീ വരുന്നത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. രണ്ടാമത്തെ കീ നൽകിയിരിക്കുന്ന റിമോട്ട് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമല്ല. അവിടെ ചെറിയ കോസ്റ്റ് കട്ടിങ് കമ്പനി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോർ നമുക്കൊന്ന് നോക്കാം. ഒരു ബ്ലാക്ക് ബീച്ച് കളറിലാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ മിറേഴ്സ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതൊരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് ട്വിറ്റേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ ഒരു സ്പീക്കേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. നമുക്ക് ഈ വാഹനത്തിനകത്ത് സീറ്റിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ട്രാക്ഷൻ്റെ സ്വിച്ചസ് എല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ AC വെൻ്റ് ആണെങ്കിലും ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് ഈ ഒരു ഭാഗം നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് നോക്കാം. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ഒന്നുമല്ല നൽകിയിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഒരു സ്റ്റിയറിംഗ് ആണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഇടതുവശത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കൺട്രോൾസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. വലതുവശത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസും ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബ്രഷ്ഡ് അലുമിനിയം ഫീൽഡിൽ ഈ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക്
ടിൽറ്റ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. റീച്ച് ഈ ഒരു സ്റ്റിയറിങ്ങിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നൽകിയിട്ടില്ല. ഇനി നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കാം. ഒരു 8 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് എല്ലാം ഫിസിക്കൽ സ്വിച്ചസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. പിന്നെ ഹസാർഡ് സ്വിച്ച് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. താഴേക്ക് വരുമ്പം എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. എ സി ഓട്ടോമാറ്റിക് ഒന്നുമല്ല, ഒരു നോർമൽ മാനുവൽ ഒരു എ സിയാണ് കൊടുത്തിരിക്കുന്നത്. റിയർ ഡിഫോഗർ ലൈൻസിൻ്റെ കൺട്രോൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഒരു 12 വോട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. USB ഫാസ്റ്റ് ചാർജിങ് നൽകിയിട്ടുണ്ട്. ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ്ങും USB ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ള ചെറിയ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഗിയർ ലിവർ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ ഹുണ്ടായുടെ വാഹനങ്ങളും കണ്ടിട്ടുള്ള അതേ സെയിം ഒരു ഗിയർ ലിവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, നമുക്ക് കീ വെക്കാനോ എന്തെങ്കിലും കോയിൻസ് ഒക്കെ ഇടാനുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സെൻട്രൽ കൺസോളുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നമുക്കൊരു ഹാൻഡ് റെസ്റ്റും ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. അത്യാവശ്യം വലിയൊരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിരിക്കുന്നത്. ഹുണ്ടായുടെ വാഹനങ്ങളിൽ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് 6 എയർ ബാഗ്സ് എല്ലാ വാഹനങ്ങളിലും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു ഭാഗത്ത് എയർ ബാഗ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു കർട്ടൻ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഒരു ക്വാളിറ്റിയാണ് നൽകിയിരിക്കുന്നത്. നല്ല ഹാർഡായിട്ട് ഹാർഡ് പ്ലാസ്റ്റിക് എന്നല്ല, നല്ല ക്വാളിറ്റിയിലുള്ളത്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ എ സിയുടെ ഡിസൈനൊക്കെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഗ്ലൗ ബോക്സ് ഒന്ന് നോക്കാം. ഒരുപാട് വലുതൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്ലൗ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവറിൻ്റെ ഭാഗത്ത് സൺഷെയ്ഡിനകത്ത് മിററോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ കോ ഡ്രൈവറിൻ്റെ ഭാഗത്ത് മിറേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതൊരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ ഒരു ഭാഗത്ത് അത്രയും കോസ്റ്റ് കട്ടിങ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലൈറ്റ് എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വരുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കണം. നമ്മൾ പുറകിൽ പോയി ലൈറ്റ് ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മൈക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിറർ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, മാനുവലി തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇനി നമുക്ക് സീറ്റുകളെ കുറിച്ച് പറയാം. സീറ്റുകൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, തൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ ഒരു ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കളർ മാത്രമാണ് എനിക്ക് ചെറുതായിട്ടൊരു പോരായ്മ തോന്നുന്നത്. കാരണം ഒരു വൈറ്റ് കളർ പോലെ ചെളി പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ബോസ്റ്റർ സപ്പോർട്ടും ആ ഒരു ബക്കറ്റ് സീറ്റിൻ്റെ ആ ഒരു ഫീല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ ഓടിക്കാനുള്ള പൊസിഷൻ കാര്യങ്ങളെല്ലാം, വഴി ഡ്രൈവ് ചെയ്യുന്ന പൊസിഷൻ കാര്യമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുറകിലെ സീറ്റുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഡോറുകളൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സീറ്റുകളെ കുറിച്ച് പറയാം. സീറ്റുകൾ എനിക്ക് ഇരുന്നപ്പോൾ തന്നെ ഫീൽ ചെയ്ത് അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട്. എൻ്റെ ഹൈറ്റുള്ള 6.2 ഇഞ്ച് ഹൈറ്റുള്ള ഒരാൾക്ക് എനിക്ക് തൈ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം തൈ സപ്പോർട്ട് ഉള്ളൊരു വാഹനമാണ്. പിന്നെ ഫ്രണ്ടിലെ സീറ്റുകളാണെങ്കിലും എൻ്റെ കംഫർട്ടിലാണ് ഇട്ടിരിക്കുന്നത്. എങ്കിലും എനിക്കിവിടെ അത്യാവശ്യം ചെറിയൊരു നീ റൂം കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു സീറ്റ് അത്യാവശ്യം സ്കൂപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാല് നമുക്ക് ഉള്ളിലേക്ക് വെക്കാനുള്ള സ്പേസ് എനിക്ക് കിട്ടുന്നില്ല. മറ്റൊരാൾ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഹൈറ്റ് കുറവുള്ള ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പിന്നെ ബാക്കിലേക്ക് നമുക്ക് റിയർ AC വെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് ാണ് ഇതിൻ്റെ എൻഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് മൊബൈലോ കാര്യങ്ങളോ ഒക്കെ വെക്കാനായിട്ട്. പിന്നെ പ്രത്യേകം പറയേണ്ടത് സീറ്റുകളെ കുറിച്ച് തന്നെയാണ്. സീറ്റുകൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം എനിക്കറിയില്ല. കാര്യം 3 പേർക്ക് സ്പേസ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഭാഗത്തോട്ടൊരു മുഴയാണ് വരുന്നത്. കാരണം ഈ 2 സീറ്റുകളും നല്ല സ്കൂപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പക്ഷേ മൂന്നാമത്തെ ആൾ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു മുഴ പോലെ ആയിരിക്കും ആൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻട്രൽ ടണൽ വരുന്നുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ആക്ച്വലി 4 പേർക്ക് യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരാൾ നമുക്കൊന്ന് ഇരുന്ന് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 3 പേരുമായിട്ട് വരിക, ഇവിടെ കയറി ഇരുന്ന് നോക്കുക.
പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിലെ റോയും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ വെന്യൂ എസ് സെക്കൻഡ് ബേസ് വേരിയന്റിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വെന്യൂവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോൺടാക്റ്റിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങളുടെ ബേസ് വേരിയന്റ് സെക്കൻഡ് ബേസ് വേരിയന്റ് ഫീച്ചേഴ്സ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.